തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരി നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം പോക്സോ കോടതിയിലാണ് വിധി. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, എന്താണ് കോടതി പറഞ്ഞത്? ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്മേൽ ശിക്ഷാവിധിയിൽ വാദം നടക്കും. അത് പിന്നീടാണ് നടക്കുക. ആ വാദം പൂർത്തിയാക്കിയതിന് ശേഷം 3-ാം തീയതി, അടുത്ത മാസം 3-ാം തീയതിയാണ് ശിക്ഷ എന്താണെന്ന് സംബന്ധിച്ച് കോടതി വിധി പ്രസ്താവിക്കുക. എന്തായാലും ഇത് വളരെ വിവാദമായ അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു. ഈ 2 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുട്ടിയെയാണ്, നാടോടി ബാലികയായ ഒരു കുട്ടിയാണ് ആറ്റിങ്ങൽ സ്വദേശിയായ ഹസൻകുട്ടി തട്ടിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവിടുന്ന് കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തിരുന്നത്. രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഹൈദരാബാദ് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയായിരുന്നു. അവര് രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് മറ്റു കുട്ടികളോടൊപ്പം ഈ കുട്ടിയെ കിടത്തിയിട്ടാണ് പോകുന്നത്. പിന്നീടാണ് ഈ കുട്ടിയെ കാണാതായ വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിലെ വിവരം അറിയിക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം 7:30യോടെയാണ് ഈ കുട്ടിയെ അവിടെ പൊന്തക്കാട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ആരാണെന്ന് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന ബ്രഹ്മോസിന്റെ CCTV ക്യാമറ ദൃശ്യത്തിൽ നിന്നാണ് ഒരാൾ കടന്നു പോകുന്നതായി വിവരം ലഭിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളാണ്, ഹസൻകുട്ടിയാണ് ഇത്തരത്തിൽ കുട്ടിയോട് ക്രൂരമായി പെരുമാറിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ തല മുട്ടയടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കൊല്ലത്തേക്ക് തിരിച്ചു വരുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് സംഘം ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഈ കുട്ടിയുടെ മുടി ഇയാളുടെ ശരീരത്തിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ അവിടെ എത്തിയതിന്റെ ഉള്ള മൊബൈൽ ടവർ ലൊക്കേഷൻ, അതോടൊപ്പം തന്നെ മറ്റ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായകമാകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഇയാള് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി 3-ാം തീയതി പ്രഖ്യാപിക്കും. ശരി, ഈ കേസിലെ പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനാണ് എന്ന് പോക്സോ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി പിന്നീടുണ്ടാവും. ശിക്ഷ എന്താകണം എന്നത് സംബന്ധിച്ച വാദവും തുടരും.